ഇത് 45,000 രൂപ കൊടുക്കാം. 45,000 കൊടുക്കാം. 5 വർഷം, ഓൾമോസ്റ്റ് 4 വർഷം പേപ്പറുണ്ട്. 4 വർഷം പേപ്പറുണ്ട്. അത് ലോ പ്രൈസിങ്ങിന് കൊടുക്കാം. 1,99,000 ഓഫർ പ്രൈസ്. ഡീസൽ വെഹിക്കിൾ, ഡീസൽ വണ്ടി, സ്കോഡ റാപ്പിഡ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 1,40,000 രൂപ. 1,40,000. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 2,15,000 രൂപ വരാം. ഇത് നമുക്ക് 2,55,000 രൂപ വരാം. 2,55. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ? ഇത് നമുക്ക് 2,70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2,70,000. അതെ. ഓക്കെ. 100% ഫിനാൻസ് ഇടാൻ. ഫുൾ ഫിനാൻസ് ഇടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 5,25,000 രൂപ തരാം. 5,25,000 2021 ടോപ്പ് ആൻഡ് മോഡൽ. ഫിനാൻസ് എത്ര ചേട്ടാ? 100% ഫിനാൻസ് എടുക്കാൻ. ഫുൾ ഫിനാൻസ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രാജേഷിൻ്റെ അടുത്താണ്, സെക്കൻഡ് ചോയ്സിൽ. രാജേഷയുടെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം പുതിയ വർഷത്തിൽ പുതിയ സ്റ്റോക്കുകളാണ്. തീർച്ചയായും അല്ലേ? അപ്പോൾ അത്യാവശ്യം സെക്കൻഡ് ചോയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ, നല്ല ക്വാളിറ്റി കാറുകൾ നിങ്ങൾക്ക് മാക്സിമം വില കുറയുന്ന സ്ഥാപനമാണ്. അത്യാവശ്യം ഗ്യാരണ്ടിയും അതേപോലെ എന്താ പറയുക വിശ്വസ്തമായ ഷോറൂമാണ് കേട്ടോ സെക്കൻഡ് ചോയ്സ്. അപ്പം ചേട്ടാ ഇങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്ത് സുഖമായിട്ടിരിക്കുന്നു. ന്യൂ ഇയർ ആയി, കുറച്ച് സ്റ്റോക്കുകളെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഇയറാണ്. ലോൺ 2012 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാറണ്ടി വന്നിട്ട് 17 തൊട്ട് 20 തൊട്ട് ഫുൾ വാറണ്ടി വന്നു. ഓക്കെ. ഇപ്പോൾ ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ USD ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇറങ്ങുമ്പോഴായിട്ട് ഒരു ഡെലിവറി ഉണ്ട് രാഴ്ചയുടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കൊണ്ട് വണ്ടി വാങ്ങാൻ വന്നിട്ട് വീണ്ടും രണ്ടാമത് വേണ്ടി വാങ്ങുന്നുണ്ടല്ലേ? അതെ, 6 മാസം മുമ്പ് നന്ദുവിൻ്റെ വീഡിയോ ഉണ്ട്. രാജേഷ് സാർ എൻ്റെ അടുത്ത് വന്നു. നന്ദുവിൻ്റെ കസ്റ്റമറായിരുന്നു, എൻ്റെ കസ്റ്റമറായി രാജേഷ് സാറ്. ഓക്കെ സാർ, എന്താണ് അഭിപ്രായം നമ്മളെ പറ്റിയൊക്കെ? നല്ല അഭിപ്രായമാണ്. സാർ രണ്ടാമതും തന്നെ എടുക്കാം, ഒരു വണ്ടി എടുത്ത് രണ്ടാമത് എടുക്കാം അല്ലേ? ഓക്കെ. അതും വലിയ ഡ്യൂറേഷൻ ആയിട്ടില്ല, ഒരു ലോ കിലോമീറ്റർ വണ്ടി കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ശരി, പരിചയപ്പെട്ട സന്തോഷം. രാജേഷ് നമ്മുടെ ഫസ്റ്റ് വേണ്ടി നമുക്കൊരു ഓപ്പൽ കോഴ്സാ. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ ചേട്ടാ? ഇത് 2004 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. 67,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇത് വന്നിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ GLS എന്ന് പറയും. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്. ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട്, ബാക്കിൽ 2 ടയർ ആവറേജ്. അതെ. പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി, വണ്ടി ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. അതെ. പത്തനംതിട്ടയിൽ നിന്ന് ഓടി വന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കണ്ടീഷൻ വണ്ടിയുണ്ടോ? അതെ. സീറ്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അന്നത്തെ 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ചേട്ടാ. അത്യാവശ്യം 29 പേപ്പറും ഉണ്ട്. ഓക്കെ. 29 പേപ്പറുണ്ട്. അപ്പോൾ ഓപ്പൽ കോഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം. അപ്പം ഇത് 45,000 രൂപ കൊടുക്കാം. 45,000 കൊടുക്കാം. 5 വർഷം, ഓൾമോസ്റ്റ് 4 വർഷം പേപ്പറുണ്ട്. 4 വർഷം പേപ്പറുണ്ട്. ഓക്കെ. സ്കോഡ ഫാബിയ 2012 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ എത്തുന്നു. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഡോക്ടർ ഓൺ വണ്ടി. ചെറിയൊരു ഫെയ്ഡ് ഉണ്ട്. ബോണറ്റും ഫെയ്ഡ് ഉണ്ട്, റൂഫും ചെറുതായിട്ട് ഫെയ്ഡ് ഉണ്ട്. വെയിലടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 2012. കിലോമീറ്റർ വന്നിട്ട് 90,000 കിലോമീറ്റർ, ഏകദേശം 75,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ്. ഇത് ആസ്റ്ററിലെ ലാസ്റ്റ് 2 സർവീസ് വന്നിട്ട് വെളിയിലാണ്. ടയർ എല്ലാം ഫുൾ കണ്ടീഷൻ. അതെ. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ചപ്പ് ചെയ്യേണ്ടി വരില്ല. അതെ. ടെസ്റ്റിനെ സംബന്ധിച്ച് ചെയ്താൽ മതിയാവും. അതെ. സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് അഡീഷണൽ സീറ്റ് വെച്ചിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കോഡ ഫാബിയ നോക്കുന്നവർക്ക് ഇഷ്ടം. അതായത് സെയിം പോളോ തന്നെ. 1.2 ലിറ്റർ പോളോ തന്നെ. സെയിം പോളോടെ സെയിമാണ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാടാ? 1,35,000 രൂപ കൊടുക്കാം. 1,35. 12 ലോൺ വേണമെങ്കിൽ കയറില്ല. സ്കോഡ റാപ്പിഡ്. അംബിഷൻ പ്ലസ്. ഓക്കെ. മോഡൽ 2012. കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡാണ്. അവരിപ്പോൾ ഷോർട്ട് ടൈം യൂസിന് വേണ്ടിയിട്ട് ഒരു 4 മാസത്തേക്ക് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. അങ്ങനെയാണ് തേർഡ് ഓണർഷിപ്പ് ആയത്. ടയർ 4 പുതിയതാണ്. 67,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി റെക്കോർഡ് ഉള്ളതാണ്. ഷോക്ക് മാത്രം ചെറിയൊരു കംപ്ലൈന്റ് അതിനകത്ത് റെക്കമെൻഡേഷൻ സ്ക്രാച്ച് എല്ലാം പെയിന്റ് ചെയ്തെല്ലാം നീറ്റായിട്ട്. ഡിക്കിയിൽ മാത്രം ചെറിയ 2-3 സ്ക്രാച്ചസ് കിടക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കി സിംഗിൾ എയർ ബാഗ് വരും, ABS വരും കേട്ടോ ഇതിനകത്ത്. അംബിഷൻ പ്ലസ് ആണ്. അതെ. അപ്പോൾ സ്കോഡ റാപ്പിഡ് പെട്രോൾ അല്ലേ വെക്കള്? ഡീസലാണ്. ഡീസൽ വളരെ ലോ കിലോമീറ്റർ, 67,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡീസലാണ് ഈ പറയുന്നത്. 2012 ഡീസൽ വണ്ടിയാണ്. അതെ. ഇത് കിലോമീറ്റർ ജെനുവിൻ ആണ്. സ്കോഡയിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്താണ്. അതാ പറഞ്ഞത് അതിനകത്ത് റെക്കമെൻഡേഷൻ അടിച്ചിരിക്കുന്ന ഷോക്ക് കിലോമീറ്റർ ആണ്. അത്ര ലോ കിലോമീറ്റർ. അത് ലോ പ്രൈസിങ്ങിന് കൊടുക്കാം. 1,99,000 ഓഫർ പ്രൈസ്. ഡീസൽ വെഹിക്കിൾ, ഡീസൽ വണ്ടി, സ്കോഡ റാപ്പിഡ്. ഓക്കെ. ഓൾട്ടോ 800 LXI വേരിയന്റ് 2017 മോഡൽ. ഓണർഷിപ്പോ സിംഗിൾ ഓണർ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് മറ്റേ ലിമിറ്റഡ് എഡിഷൻ ഉത്സവം ആ സമയത്ത് ഇറങ്ങിയല്ലോ. അതെ. ഓക്കെ. വണ്ടി നീറ്റാണോ? സ്ക്രാച്ചസ് ഒന്നുമില്ല. എയർ കണ്ടീഷണർ 4 പുതിയതാക്കി. 4 5 പുതിയ ടയർ. 40,000 കിലോമീറ്റർ സ്റ്റെപ്പിന് ഉൾപ്പെടെ 5 പുതിയ ടയർ. ഒത്തിരി ഫിറ്റിംഗ്സ് ഉണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്.
ഫ്ലോർ മാറ്റ് ഉണ്ട്, സോണിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അപ്പോൾ ഓൾട്ടോ ക്ലീൻ ആണ് കേട്ടോ വണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,55,000 രൂപ വരാം. 2,55. ഇതിനകത്ത് ഫിനാൻസ് നമുക്ക് 2,30,000 രൂപ ഫിനാൻസ് എടുക്കാനും പറ്റും. 2017 ആണ്. 17 സിംഗിൾ ഓണർഷിപ്പ് 40 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും ക്ലീൻ വണ്ടി. 5 ടയറും പുത്തൻ. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. ഹോണ്ട അമേസ് 2014 പെട്രോള് എസ് വേരിയന്റ്. എസ് ആണ്. അതെ, സിംഗിൾ ഓണറാണ്. 1,20,000 കിലോമീറ്റർ, ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ബോണറ്റിൽ ഒന്ന് പെയിന്റ് ചെയ്തിരിക്കുന്നതിന് ഒരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. സ്ക്രാച്ച് വന്നിരുന്ന പെയിന്റ് ചെയ്ത അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഇന്ത്യയുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ. അതിനകത്ത് AC വരുന്നുണ്ട്, ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ബോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്. എയർ ബാഗ് വരുന്നില്ല? ഇല്ല, എയർ ബാഗ് വരുന്നില്ല. യെസ് അല്ലേ ഉള്ളൂ. ടയർ എല്ലാം ഫുൾ കണ്ടീഷനാണ്. ടയറെല്ലാം നല്ല 80% ടയറുണ്ട്. ചെറിയ എവിടെ കളർ വേരിയേഷൻ അത്ര എവിടെ അവിടെ മാത്രമല്ല. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് 2,70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 270. അതെ അതെ. 100% ഫിനാൻസ് ഇടാൻ. ഫുൾ ഫിനാൻസ് ഇടാൻ പറ്റും. ക്ലീൻ വെഹിക്കിൾ അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് എടുത്തിട്ട് വേറെ വർക്കോ കാര്യങ്ങളൊന്നും, എല്ലാം കമ്പനി സർവീസ്. ഇതാകുമ്പോൾ നമുക്ക് മൈലേജ് ഒരു 15 കിട്ടത്തില്ലേ പെട്രോളിന്? പിന്നെ 1.2 ലിറ്റർ അല്ലേ, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ. ഓക്കെ. രാജേഷേട്ടാ നെക്സ്റ്റ് കുറച്ച് റയറാണ് ഇപ്പോൾ ഒമിനി. വണ്ടിയിൽ കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്ക് തന്നെ ഒരു 6 മാസത്തിനിടയ്ക്ക് ഇത് ഓർമ്മ. അതെ. അപ്പോൾ ഇപ്പം എല്ലാവരും തപ്പി കിടക്കുന്നുണ്ടോ ഒമിനി? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013 സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് അച്ഛൻ്റെ പേരിന് മോളുടെ പേരിലേക്ക് മാറിയിരിക്കുന്നു, അങ്ങനെ വന്നിരിക്കുന്നുണ്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഇപ്പോൾ റീഡിംഗ് കാണിക്കുന്ന 60 ആണ്. പക്ഷേ അത് ജെന്യൂൻ ആണോ അല്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റിയുള്ള 8 സീറ്റ് വെഹിക്കിളാണ്. ഓക്കെ. ടയർ കണ്ടീഷനൊന്നും കുഴപ്പമില്ല അല്ലേ? ടയറൊന്നും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓർമ്മ കുഴപ്പമില്ല, വലിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ മൈനോട്ട് 2-3 സ്ക്രാച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതൊന്നും പെയിൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി കുഴപ്പമില്ല. ഒരു സംഭവം കണ്ടിട്ട് ജെനുവിൻ കിലോമീറ്റർ തോന്നുന്നില്ല വണ്ടി കണ്ടിട്ട്. ഏകദേശം ജെനുവിൻ കിലോമീറ്റർ. കരി കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജെനുവിൻ ആവാൻ സാധ്യത. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 1,40,000 കൊടുക്കും. 1,40,000. ഫിനാൻസ് കയറുമല്ലോ? 13,000. ഫിനാൻസ് കയറുമല്ലോ. ഓൾമോസ്റ്റ് 1,00,000 രൂപ കിട്ടുമോ? 80 മുതൽ 1,00,000 രൂപ വരെ ഫിനാൻസ് വെക്കാൻ പറ്റും. പക്ഷേ അടവ് 2 വർഷം കിട്ടത്തുള്ളൂ അല്ലേ? 1.5 വർഷം. കഴിച്ചാൽ നെക്സ്റ്റ് സാൻഡ്രോ. ഹുണ്ടായി സാൻഡ്രോ 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. അതായത് ചെറിയ സീറ്റിന്റെ ഫാബ്രിക്സ് കാര്യങ്ങളെല്ലാം മാറി വന്ന മോഡലാണ്. അവസാനത്തെ മോഡൽ. GLS AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ എല്ലാം ഫുൾ കണ്ടീഷനാണ്. ടയറിൽ നല്ല കണ്ടീഷൻ ഉണ്ട് അല്ലേ? അത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ? സിംഗിൾ ഓണർ. 77,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. 2-3 സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. അവിടെ സൈഡ് സ്ക്രാച്ചസ് ഉണ്ട്. ഓക്കെ. അത് ഇൻബിൽറ്റ് അല്ല, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നത്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോയുടെ ഇതിന്റെ ക്ലസ്റ്ററിന്റെ പ്ലാസ്റ്റിക് കവർ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടെ കാണുന്ന ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അങ്ങനെ വേറെ ഇഷ്യൂ മേജറായിട്ടൊന്നും കാണുന്നില്ല. ആവശ്യം ചെറിയ ടച്ചപ്പ് ചെയ്യേണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതെ 2012 വണ്ടി. 12 വണ്ടിയിൽ 27 ആകുമ്പോഴത്തേക്കും ചെയ്താൽ മതി. വേറെ മേജറായിട്ടൊന്നും കാണുന്നില്ല. അപ്പം എങ്ങനെയാട്ടാ ഇതിന്റെ പ്രൈസിംഗ് വന്ന 1,30,000 രൂപ. 1,30,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ. അത് അന്നത്തെ ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? അതെ. വാഗണാർ VXI വേരിയന്റ് 2014 സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഓക്കെ. കിലോമീറ്റർ വന്നിട്ട് 76,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. സർവീസ് കമ്പനി സർവീസിനാണ്? കമ്പനി സർവീസ് അല്ല കേട്ടോ. അല്ല, പുറത്തല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സോറി, റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് മാറിയിട്ടുണ്ട്. ആണോ? അത് റീപ്ലേസ്മെന്റ്. ടൈൽ ലാമ്പ് പൊട്ടിയിരിക്കും. ക്രാക്ക് ഉണ്ട്. ഓക്കെ. ഇത് സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നീറ്റ് ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ. അപ്പോൾ റീപ്ലേസ്മെന്റ് ഗ്ലാസും ബോണറ്റും. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? ഇത് 2,40,000 കൊടുക്കാം. 2,40,000 റുപ്പീസ്. 2,40,000. 2014 വണ്ടി. 14 വണ്ടി. ഏകദേശം ഫണ്ടിങ് നമുക്ക് 2,25,000 രൂപ ഫിനാൻസ് കൊടുക്കാൻ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഹോണ്ട ബ്രിയോ. മോഡൽ വന്നിട്ട് 2014. ഓക്കെ. EX എന്ന് പറഞ്ഞ വേരിയന്റ്. ബേസിന്റെ തൊട്ട് മേളിലുള്ള വേരിയന്റ്. പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. 50,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ്. 2-3 സ്ക്രാച്ചിന്റെ ഒരു ടൈൽ ലാമ്പ് ബ്രേക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. വണ്ടി ബാക്കി എല്ലാം കമ്പനി സർവീസിൽ നിൽക്കുന്നുണ്ടോ? വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 14 മോഡൽ. ഇവിടെ ചെറിയ ക്രാക്ക് ഉണ്ട് കേട്ടോ. അതെ. പക്ഷേ മേജർ അല്ല, സൈഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ടയർ 4 ഫുൾ കണ്ടീഷൻ. ഓക്കെ. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഇന്ത്യയിലെ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 ഡോർ പവറിന്റെ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അല്ലേ? സ്റ്റീരിയോ AC എല്ലാം വരുന്നുണ്ട്. മെക്കാനിക്കൽ സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസല്ലോ. ആ സ്ക്രാച്ചസ് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് ടച്ചപ്പ് ചെയ്താൽ മതിയാവും, വേറെ പ്രശ്നമില്ല. ഡെൻ്റ് ഒന്നുമില്ല, ചെറിയ മൈനർ സ്ക്രാച്ചസേ ഉള്ളൂ കേട്ടോ.
അപ്പം ഹോണ്ട ബ്രിയോ അത്യാവശ്യം ലേഡീസ് യൂസിനായാലും എല്ലാത്തിനും ബെസ്റ്റ് വണ്ടിയാണ്. 14 മോഡലുമാണ്. 2,30,000 രൂപ കൊടുക്കാം, 100% ഫിനാൻസ് കൊടുക്കാം, ഫുൾ ലോണും കൊടുക്കും. വന്നിട്ട് 2015 രാശിയുടെ സ്പെഷ്യലിസ്റ്റാണ് ഹോണ്ട. അപ്പോൾ ഡീറ്റെയിൽസ് എങ്ങനെ? 2015 സിംഗിൾ ഓണർഷിപ്പ്, 1,04,000 കിലോമീറ്റർ ഓടിയുണ്ട്, കമ്പനി സർവീസിൽ നിൽക്കുന്നു. പെട്രോൾ എസ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ട്. ഒരു ടൈലാമ്പ് എന്തോ ക്രാക്ക് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ ക്രാക്ക് ഉണ്ടല്ലേ? അതെ. ചെറിയൊരു ബാക്കി മൈന്യൂട്ട് രണ്ടെന്ന് ചെറിയത് കണ്ട ചെറിയ സ്ക്രാച്ച്, അത് ഒഴിച്ചാൽ വണ്ടിയെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ വന്നിട്ട് അത് നല്ല കണ്ടീഷൻ. ടയർ കണ്ടീഷൻ 80% ടയർ ഉണ്ട്. ഇന്റർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഓട്ടോമാറ്റിക് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റോ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ബോർഡർ പോയിന്റ്, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ക്ലീൻ വെഹിക്കിൾ ചേട്ടാ. വേറെ പക്ക ക്ലീൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഓട്ടോമാറ്റിക് ഓഫർ പ്രൈസ് ആണോ? ന്യൂ ഇയർ കൊടുക്കാം. ന്യൂ ഇയർ ഓഫർ പ്രൈസ് കൊടുക്കാം. 2,99,000 കൊടുക്കാം ഓട്ടോമാറ്റിക്. 2,99,000 2015 100% ഫിനാൻസ് ഓട്ടോമാറ്റിക്. 2,99,000 ഓട്ടോമാറ്റിക്. അതും കമ്പനി സർവീസ്, ഫുള്ളി കമ്പനി സർവീസ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഫിനാൻസ് ഫുൾ ആയിരിക്കുമല്ലോ കേട്ടോ? ഫുൾ ഫിനാൻസ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇതിന് വാല്യൂഷൻ തന്നെ 360, 370 വാല്യൂഷൻ ഉള്ള വണ്ടിയാണ്. 370 എന്നല്ല, അതിൽ കൂടുതൽ വാല്യൂഷൻ വരെ. ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ച് കാശ് കൊടുക്കേണ്ടി വരും. മിക്കവാറും വണ്ടിയും കൊടുത്ത് പൈസ കൊടുക്കേണ്ടി വരും. ടാറ്റ സിസ്റ്റ് പെട്രോൾ 2014 സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ. ഓക്കെ, വേറെ ടോപ്പ് ആൻഡ് മോഡൽ ST വേരിയന്റ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ്, പെട്രോൾ മാനുവൽ. അതെ. ഇപ്പോൾ ടൈലാമ്പ് ചെറുതായിട്ട് ക്രാക്ക് ആയിരിക്കുന്നുണ്ട്. ടൈലാമ്പ് ചെറിയ ക്രാക്കുണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. അല്ല, ഫ്രണ്ട് ബമ്പറിൽ മൈനോട്ട് 2 സ്ക്രാച്ചസ് ഉണ്ട്. ബോഡിയിലൊന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടല്ലോ കേട്ടോ. എല്ലാം ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, ഇലക്ട്രിക്കൽ, ഓട്ടോമാറ്റിക് AC എല്ലാം വരും. ടോപ്പിന് വേണ്ടി അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു എബോവ് 70%, 60-70% ഉണ്ട്. എവിടെ ബമ്പർ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ മൈനൂർ സ്ക്രാച്ചസ്. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല. ബോഡിയിലൊക്കെ നീറ്റ് അല്ലേ? അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 2,15,000 രൂപ വരെ. ഫിനാൻസ് കയറുമോ? ഫിനാൻസ് കയറാൻ പാടാണ്. കയറും, പക്ഷേ ഫണ്ടിങ് കുറവായിരിക്കും. രാജേഷേട്ടാ, നെക്സ്റ്റ് സ്വിഫ്റ്റ് 2014 VXI വേരിയന്റ്, സെക്കൻഡ് ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ. ചില സ്ക്രാച്ചസ് കാര്യങ്ങൾ ബമ്പറിലുണ്ട്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ? ഒന്നുമില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, നീറ്റാണ്. അതിനകത്ത് അഡീഷണൽ സോണിൻ്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, ഫോർഡർ പോറിൻ്റെ പോസ്റ്ററിങ് കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമും ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിട്ടാണ് പ്രൈസ് വരുന്നത് വണ്ടി? ഇത് നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. ഇത് 100% ഫിനാൻസിന് ചെയ്യാൻ പറ്റും. 2014 VXI ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. 3,25,000 രൂപ. 3,25,000 ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ഓൾമോസ്റ്റ് 100%. രാജേട്ടാ, നെക്സ്റ്റ് ടാറ്റ നെക്സോൺ 2021 മോഡൽ XZ പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, ടോപ്പ് ആൻഡ് പ്ലസ് സൺറൂഫോടും വരുന്ന മോഡലാണ്. ടോപ്പ് ആൻഡ് വെഹിക്കിൾ. ഇനി പിന്നെയുള്ള ഡാർക്ക് എഡിഷൻ, അങ്ങനെയുള്ള 2-3 വേരിയൻസിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ് 80,000 കിലോമീറ്റർ, 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ മൈനൂട്ട് 2 സ്ക്രാച്ചസ് ഉണ്ട്. അതെ. പ്രത്യേകിച്ച് ഈ കളറായിരുന്നു, ഒന്ന് പോളിഷ് ചെയ്തിട്ടില്ല ഈ വണ്ടി. പോളിഷ് ക്ലിയർ ആവും. പോളിഷ് ചെയ്ത് ക്ലിയർ. ഇത് ഫുള്ളി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് വർക്ക് അല്ലേ? പ്രീമിയം സീറ്റ് വർക്ക് ചെയ്ത്. അതെ. ഓക്കെ, അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഹർമൻ്റെ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC, എല്ലാ ഫംഗ്ഷനും എല്ലാം വരുന്നുണ്ട്. പറയേണ്ടൊന്നുമില്ല. കുറച്ച് സൺറൂഫ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ടാറ്റ നെക്സോൺ ടോപ്പ് ആൻഡ് വെഹിക്കിൾ. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. മൈലേജ് ഒരു 12 to 13, അത് 13-14 ആവറേജ് മൈലേജ് ഉണ്ട്. പെട്രോളാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 5,25,000 രൂപ തരാം. 5,25,000 2021 ടോപ്പ് ആൻഡ് മോഡൽ. ഫിനാൻസ് എത്ര ചേട്ടാ? 100% ഫിനാൻസ് എടുക്കാൻ. ഫുൾ ഫിനാൻസ്. നെക്സ്റ്റ് ഹോണ്ട BRV. അതെ, ഹോണ്ട BRV. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്, S വേരിയന്റ്. പെട്രോൾ S ആണ് അല്ലേ? 7 സീറ്റർ ആണ്. 7 സീറ്റർ അല്ലേ? ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണല്ലോ? പക്ക ക്ലീൻ വണ്ടി. ഓക്കെ, BRV നീറ്റാണല്ലോ, സ്ക്രാച്ചസ് ഒന്നുമില്ല, ഡെൻറ്റില്ല, ക്ലീനാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ കേട്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു എബോവ് 60-70%. ഇല്ല, ടയറെല്ലാം ഫുൾ കണ്ടീഷൻ ടയറാണ്. മൊത്തം ടയർ അല്ലേ? ടയർ നോക്കില്ല. 5,000 കിലോമീറ്റർ ടയർ ഓടിയിട്ടുണ്ട്. ഗുഡിയർ ടയറാണ്. അതെ. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ആക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ബോർഡർ പോയിന്റ് പവർ സ്റ്റിയറിംഗ്, ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ, എല്ലാ സാധനം ഉണ്ട്. നല്ല നീറ്റ്. എയർ ബാഗ് എത്ര? ഡ്യുവൽ എയർ ബാഗ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് ഡ്യുവൽ എയർ ബാഗ് ABS വരും. അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉള്ളു.
ബാക്കിലും അത്യാവശ്യം നമുക്ക് ലെഗ് റൂം കിട്ടുന്നുണ്ട്. ലെഗ് റൂം ഉണ്ട്. എർട്ടിഗയിനെക്കാളും കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. നീറ്റ്. BRV എങ്ങനെയാണ് മൈലേജ് പെട്രോളിന്? ഇത് സിറ്റിയുടെ അതേ മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെ. അത്യാവശ്യം നമുക്ക് ഒരു 14 ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ. ഓക്കെ. ഇത് ഹോണ്ടയാണ്, വേറെ നോക്കാനില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് പ്രൈസിംഗ് 5,30,000 കൊടുക്കാം. 5,30,000. ഫിനാൻസോ? ഫിനാൻസ് ഏകദേശം നമുക്കൊരു 5 lakhs വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. രാജേഷ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിൽ അത്യാവശ്യം ഈ ബഡ്ജറ്റ് കാറുകളും അതേപോലെ സോണറ്റ് പോലത്തെ കുറച്ച് ഹൈ എൻഡ് വണ്ടി കിടപ്പുണ്ടല്ലേ? ഇപ്രാവശ്യം കുറച്ച് എല്ലാ പ്രൈസിംഗ് റേഞ്ചിലുള്ളൂ. 45,000 തൊട്ട് കിടക്കില്ല സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. അപ്പം കുറച്ച് കൂടിയ വണ്ടിയും കുറഞ്ഞ വണ്ടിയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായിട്ടും.